നമ്മൾ ഇന്നുള്ളത് ഉത്രാളിക്കാവിലാണ്. ഈ പച്ച പുതച്ച പാടത്തിന് നടുവിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഉത്രാളിക്കാവ്. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് നമുക്കൊരു റെയിൽപ്പാളം കാണാം. അവിടെ ട്രെയിൻ ഇപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വിഷ്വലാണ്. നിങ്ങൾക്കൊരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ്. നല്ല പച്ച പുതച്ച പാടവും അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ നല്ല മരങ്ങളും ബാക്കിലുള്ള റെയിൽപ്പാളവും അതുപോലെ നടുവിലായിട്ട് ഈ കാവും. നിങ്ങൾക്ക് നല്ല വിഷ്വൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രോൺ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വരാം കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിനൊക്കെ വരുന്നത് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ട്രെയിനും വരുന്നത് കൊണ്ട് നല്ല രസമാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് വീഡിയോ എല്ലാം എടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ടൈമിൽ പോയതുകൊണ്ട് തന്നെ കിട്ടിയ വിഷ്വൽസെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഡ്രോണൊക്കെ പറത്തിയപ്പോൾ പക്ക ലൈറ്റിംഗ് ആയിരുന്നു. നമ്മൾ പോയത് ഒരു 4 മണി 4:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ പോയ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വലിയ ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് കേട്ടോ. അവരവിടെ ഒരു മരച്ചുവട്ടിൽ നല്ല പാട്ടൊക്കെ പാടി നല്ല ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ അടുത്ത പെയ്ത മഴയിൽ ഈ പാടവും ആ കാവിലോട്ടുള്ള വഴിയെല്ലാം ഒന്നായിരുന്നു കേട്ടോ. മൊത്തം വെള്ളം കയറിയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത് പോയത് ഈ മഴയുടെ മുന്നേ ആണ് കേട്ടോ. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഈ മനോഹരമായ അമ്പലവും അതിൻ്റെ ചുറ്റുപാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നതാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ റെയിൽവേ ലൈനിൻ്റെ അടുത്തേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക. കാരണം 2 മലഞ്ചെരുവുകളുടെ ഇടയിൽ കൂടെ വരുന്ന വളഞ്ഞ ട്രാക്ക് ആയതുകൊണ്ട് എപ്പോഴും ട്രെയിൻ വരാൻ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല കേട്ടോ. നമ്മളങ്ങനെ ആ വളവിലൂടെ വന്ന് അടുത്തെത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവുക കേട്ടോ. നമ്മൾ ഡ്രോണൊക്കെ പറത്തി ട്രെയിനിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്ത് മെല്ലെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വെറുതെ ഒന്ന് മൈ ട്രെയിൻ നോക്കി. അപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോൾ ഒരു വന്ദേ ഭാരത് ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അതിൻ്റെയും കൂടി വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. നല്ല പാടവും ആ കാവും ബാക്കിലുള്ള ആ മലനിരകളും നല്ലൊരു സ്കൈയും കൂടെ ആണെങ്കിൽ പിന്നെ ഉഷാറായില്ലേ. ഇതേ വരുന്നു നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ. നല്ല രസമാണ് കേട്ടോ ഈ ട്രെയിൻ ഇതിലൂടെ പോകുന്നത് കാണാൻ. ആ ഫുള്ള് വെള്ള ബോഡിയുള്ള ട്രെയിനും അതിൽ ആ പച്ചപ്പ് പറഞ്ഞ പാടത്തിൽ കൂടെ വരുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ചുറ്റുമുള്ള മലയിൽ അങ്ങനെ കരിങ്കല്ല് കോരിയൊന്നും കാണാനില്ല കേട്ടോ. മലനിരകൾ മൊത്തം നല്ല പച്ചപ്പാണ് കേട്ടോ. ഇവിടെ മല ഇടിച്ചു തുടങ്ങിയാൽ പിന്നെ ഈ ഭംഗിയൊന്നും കാണില്ല കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാർക്കിംഗ് സ്പേസ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വരുന്നത് നല്ലതാവും. ഇനിയിപ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റിയില്ലാണെങ്കിൽ എവിടെയെങ്കിലും വണ്ടിയിട്ട് നടന്ന് വരേണ്ടി വരും കേട്ടോ. ഈ അമ്പലത്തിൻ്റെ അധികം ഡീറ്റെയിൽസ് നമ്മൾ പറയാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും വെച്ച് എടുക്കാത്ത വീഡിയോ വരുന്നവരെ ഇറ്റ്സ് മൈ ബി സൈനിങ് ഓഫ്.